നമസ്കാരം, പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. എമിറാത്തികളും തലപ്പാവ് ധരിച്ച പരമ്പരാഗത അയ്യാല നൃത്തം എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതാണ്. കയ്യിൽ ഉടവാളൊക്കെ ഏന്തിയുള്ള ആ നൃത്തം പലരും കണ്ട് രസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയൊക്കെ അവിടെ എത്തുമ്പോൾ അവർ ചെയ്യുന്ന ആ നൃത്തം മലയാളികൾക്കൊക്കെ തന്നെ സുപരിചിതവുമാണ്. ഇപ്പോൾ നൃത്തം ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചയിലെടുത്തിരിക്കുന്നത്. എമിറാത്തി തലപ്പാവ് ധരിച്ച് പരമ്പരാഗത അയ്യാല നൃത്തം ചെയ്യുന്നത് റോബോട്ടുകളാണ്. നവംബർ 15 വരെ യാസ് മറീന സർക്യൂട്ടിൽ നടക്കുന്ന അബുദാബി ഓട്ടോണമസ് വീക്കിലാണ് കുഞ്ഞൻ റോബോട്ടുകൾ കൗതുക കാഴ്ചയായത്. സയൻസ് ഫിക്ഷൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ അരങ്ങേറുന്നത്. മനുഷ്യരും റോബോട്ടുകളും തോളോട് തോൾ ചേർന്ന ഈ വേദിയിൽ റോബോട്ടുകളുടെ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി. ബാരിസ്റ്റകളായും ഡെലിവറി ഏജന്റുമാരായും പ്രവർത്തിക്കുന്ന ഹ്യൂമനോയിഡുകൾക്കൊപ്പം ശ്രദ്ധാകേന്ദ്രമായത് നൃത്തം ചെയ്ത റോബോട്ടുകളായിരുന്നു. കൃത്ര എമിറാത്തി തലപ്പാവ് ധരിച്ചെത്തിയ ഈ റോബോട്ടുകൾ പരമ്പരാഗത അറബിക് പുരുഷ നൃത്തമായ അയ്യാല കളിച്ചുകൊണ്ട് വേദിക്ക് ചുറ്റും നടന്നു. മനുഷ്യ നർത്തകർ വടികളേന്തി പാട്ടുകൾ പാടി ഇവരോടൊപ്പം ചേർന്നു. ചൈനീസ് കമ്പനിയായ ബൂസ്റ്റർ റോബോട്ടിക്സ് നിർമ്മിച്ച ഈ റോബോട്ട് മനുഷ്യരൂപങ്ങൾക്ക് $5,999, അതായത് ഏകദേശം 22,031 ദിർഹം മുതലാണ് വില ആരംഭിക്കുന്നത്. ഗീക്ക, എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എന്നിങ്ങനെ 3 കോൺഫിഗറേഷനുകളിൽ ഇവ ലഭ്യമാണ്. എമിറ റൈഡ്സ്ഡ് റോബോട്ടുകൾ തെരുവിലൂടെ നടന്നു നീങ്ങിയപ്പോൾ കാഴ്ചക്കാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. ബൂസ്റ്റർ K1 എന്നാണ് ചെറിയ മോഡലിന്റെ പേര്. ഇത് 2025 റോബോ കപ്പ് സോക്കർ കിഡ് സൈസ് വിഭാഗത്തിലെ ചാമ്പ്യൻ മോഡലാണ്. 95 സെന്റിമീറ്റർ ഉയരവും 19.5 കിലോഗ്രാം ഭാരവുമുള്ള ഇതിന് $5,999 മുതലാണ് വില. നൃത്തം ചെയ്യാനുള്ള പ്രത്യേക കഴിവാണ് ഇതിന്റെ ഹൈലൈറ്റ്. മുതിർന്നവരുടെ മോഡലിനെ ബൂസ്റ്റർ T1 എന്നാണ് വിളിക്കുന്നത്. ഇത് ബേസിക്, സ്റ്റാൻഡേർഡ്, കസ്റ്റമൈസ്ഡ് മോഡലുകളിൽ ലഭ്യമാണ്. ഇവ രണ്ടും അബുദാബി ഓട്ടോണമസ് വീക്കിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. 2023 സ്ഥാപിതമായ ബൂസ്റ്റർ റോബോട്ടിക്സ് ശാസ്ത്ര ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത് എന്നുള്ള ഒരു നിർണായക വാർത്ത കൂടിയാണ് വരുന്നത്. എന്തായാലും അതിന്റെ കാഴ്ച വളരെ രസമാണ് അത് കണ്ടു നിൽക്കാനായിട്ട്. ഇങ്ങനത്തെ റോബോട്ടിക്സിനെ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരുന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് തന്നെ, നമുക്ക് പിന്നെ റോബോട്ടിക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാർത്ത വായനൊക്കെ അവതാളത്തിലാവുമോ, നമ്മുടെ കണ്ണിൽ നമ്മൾ തന്നെ പാറ്റിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മറ്റു വാർത്തയിലേക്ക് കൂടി കിടക്കാം. പ്രകാശത്തിന്റെയും നിറങ്ങളുടെയും വിസ്മയ കാഴ്ചകൾ കൊണ്ട് ആഘോഷമൊരുക്കാൻ ഖത്തറിൽ ആദ്യമായി പ്രകാശത്തിന്റെ ഉത്സവമായ ലാന്റേൺ ഫെസ്റ്റിവൽ വരുന്നു. ഒരു ശൈത്യകാലത്ത് കലാ, സംസ്കാരം, ഭാവന എന്നിവയിലൂടെ ജനങ്ങളെ ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ദോഹയുടെ ഹൃദയഭാഗമായ അൽ ബിദ്ദ പാർക്കിൽ ഒരുക്കുന്ന ഫെസ്റ്റിവൽ ഈ വരുന്ന നവംബർ 27 മുതൽ അടുത്ത വർഷം മാർച്ച് 28 വരെ 4 മാസം നീണ്ടു നിൽക്കും. സേഫ് ഫ്ലൈറ്റ് സൊല്യൂഷൻസ് SFS ആണ് അൽ ബിദ്ദ പാർക്കുമായി ചേർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നിച്ച് വിനോദ ഉല്ലാസ ആഘോഷവുമായി ലാറ്റേൺ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗത ലാറ്റേൺ കലയുടെ ലോകത്തിലെ മുൻനിര സൃഷ്ടാക്കളിൽ ഒന്നായ ഹെയ്ത്തിയൻ കൾച്ചറുമായി സഹകരിച്ചാണ് ഫെസ്റ്റിവൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും ആഘോഷം ഒരുക്കാൻ ലക്ഷ്യമിട്ടൊരുക്കുന്ന ലാറ്റേൺ ഫെസ്റ്റിവലിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വൈവിധ്യമാർന്ന കാഴ്ചകളായിരിക്കും. പുരാതന ചൈനീസ് കലാരൂപങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നൂറുകണക്കിന് ഗംഭീരവും പ്രകാശപൂരിതവുമായിട്ടുള്ള ശില്പരൂപങ്ങളാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. ചൈനയിലെ വെസ്റ്റേൺ ഹാൻ രാജവംശത്തിന്റെ BC 206 AD 25 കാലഘട്ടത്തിൽ ഉടലെടുത്ത ലാറ്റേൺ ഫെസ്റ്റിവൽ ഇന്ന് ഏഷ്യ മുതൽ യൂറോപ്പ് വരെ ലോക പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു ആഗോള വിനോദ കലാരൂപമായി മാറിയിട്ടുണ്ട്. മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും വിവിധ സാംസ്കാരിക ഐക്കണുകളുടെയും രൂപങ്ങളിൽ കൈകൊണ്ട് നിർമ്മിച്ച പ്രകാശിത ശില്പങ്ങൾ, ഇൻഫ്ലേറ്റബിളുകൾ, അതുപോലെ തന്നെ ആൾക്കേർഡ് ഗെയിമുകൾ, കുട്ടികൾക്കായുള്ള ഗെയിമുകൾ തുടങ്ങിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഗെയിമുകൾ തുടങ്ങിയ അനവധി ഫാമിലി ഫൺ സോണാണ് ഉണ്ടാകുന്നത്. വൈവിധ്യമാർന്ന ആഗോള ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഇന്റർനാഷണൽ ഫുഡ് കോർട്ട് എന്നിവ ഫെസ്റ്റിവലിൽ ഉണ്ടാകും. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുടനീളമുള്ള അതിശയകരമായ ലൈറ്റ് എക്സിബിഷനുകൾക്ക് പ്രശസ്തമായ പരിപാടിയുടെ സംഘാടകരായ സേഫ് ഫ്ലൈറ്റ് സൊല്യൂഷൻസ്, കൂടാതെ ഖത്തർ ബലൂൺ ഫെസ്റ്റിവൽ, വിസിറ്റ് ഖത്തർ കൈറ്റ് ഫെസ്റ്റിവൽ, ലുസൈൽ സ്കൈ ഫെസ്റ്റിവൽ എന്നിവയുൾപ്പെടെ ഖത്തറിലെ ഏറ്റവും ജനപ്രിയമായ ചില വിനോദ പരിപാടികളുടെയും സംഘാടകർ കൂടിയാണ്. ലാറ്റേൺ ഫെസ്റ്റിവലിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 40 ഖത്തർ റിയാലും കുട്ടികൾക്ക് 25 ഖത്തർ റിയാലുമാണ് നിരക്കായി വരുന്നത്. യാത്രാ നടപടികൾ എളുപ്പമാക്കുന്നതിനും സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി പരിശോധനയ്ക്കുമായി രാജ്യത്തെ കര, കടൽ, വ്യോമ കവാടങ്ങളിൽ സ്മാർട്ട് പാസ് ഉടൻ ആരംഭിക്കുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സാലിഹ് അൽ മുറബ്ബ അറിയിച്ചു.
റിയാദിൽ നടന്ന ഡിജിറ്റൽ ഗവൺമെന്റ് 2025 ഫോറത്തിലാണ് വെളിപ്പെടുത്തൽ. ക്യാമറകൾക്ക് ഒരേ സമയം 35 ആളുകളുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും പാസ്പോർട്ട് കൺട്രോൾ ഓഫീസർമാരെ സമീപിക്കാതെ തന്നെ യാത്രക്കാർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും കഴിയും. നിയമലംഘകരായ വിദേശികളുടെ നാടുകടത്തലിന് സ്വയം നാടുകടത്തൽ പ്ലാറ്റ്ഫോം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉടൻ ആരംഭിക്കുമെന്ന് അൽ മുറബ്ബ സൂചിപ്പിച്ചു. സുരക്ഷാ സാങ്കേതിക പ്രവർത്തന വശങ്ങൾ അന്തിമമാക്കിയാൽ ഉടൻ പ്ലാറ്റ്ഫോം ആരംഭിക്കും. നിയമലംഘകർക്കും തങ്ങളുടെ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യം വിടാൻ എളുപ്പമാകും. ടെർമിനലുകളിലെ ആളുകളുടെ ചലനത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ നൽകുന്നതിനും പാസ്പോർട്ട് കൗണ്ടറിൽ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം കണക്കാക്കുന്നതിനും സേവനങ്ങളിൽ യാത്രക്കാരുടെ സംതൃപ്തി നിരീക്ഷിക്കുന്നതിനുമുള്ള ഡിജിറ്റൽ ട്വിന്നിംഗ് എന്ന പുതിയ സാങ്കേതികവിദ്യയെക്കുറിച്ചും അൽ മുറബ്ബ വിശദീകരിച്ചു. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ഈ സാങ്കേതികവിദ്യ പരീക്ഷിച്ചതായാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രാ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനായി നിലവിൽ അബ്ഷിർ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ പാസ്പോർട്ട് ലഭ്യമാണ്. ഇതിന്റെ ഉപയോഗം വിപുലീകരിക്കുന്നതിനായി സൗദിക്കും മറ്റ് രാജ്യങ്ങൾക്കുമിടയിൽ അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഡിപ്പാർച്ചർ ലോഞ്ചുകളിൽ പാസ്പോർട്ട് നിയന്ത്രണത്തിലൂടെ കടന്നുപോകേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കിക്കൊണ്ട് ഡിപ്പാർച്ചർ നടപടിക്രമങ്ങൾ ലളിതമാക്കും. സ്മാർട്ട് ഉപകരണങ്ങളും ഡിജിറ്റൽ ക്യാമറകളും ഉപയോഗിച്ച് ബോർഡിംഗ് നടപടിക്രമങ്ങളും ഓട്ടോമേറ്റഡ് വെരിഫിക്കേഷനും സജീവമാക്കുന്നതിലൂടെയും യാത്രക്കാരുടെ ചലനം സുഗമമാക്കുന്നതിലൂടെയും യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. രാജ്യങ്ങൾ തമ്മിലുള്ള ഏകീകൃത ഗേറ്റ്വേ വഴി യാത്രക്കാരുടെ ഡേറ്റ കൈമാറ്റം ചെയ്യുന്നതിന് കരാറുകളിലൂടെ ഗൗരവമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഡിജിറ്റൽ സേവനങ്ങളുടെ വികസനം അദ്ദേഹം എടുത്തു പറഞ്ഞു. കുവൈത്തിൽ കനത്ത മൂടൽമഞ്ഞ് കാരണം താളം തെറ്റിയ വിമാന സർവീസുകൾ. രാജ്യത്ത് ഇറങ്ങേണ്ട വിമാനങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. കുവൈത്ത് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും വൈകുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ കരുതിയാണ് നടപടിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞിനെ തുടർന്ന് ദൃശ്യപര്യത കുറഞ്ഞതാണ് അയൽ രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ തിരിച്ചുവിടാനായിട്ടുള്ള പ്രധാന കാരണമെന്നാണ് PSEA വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി പറഞ്ഞത്. കാലാവസ്ഥ മെച്ചപ്പെടൽ ഉടൻ തന്നെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതിന്റെ സാഹചര്യത്തിൽ ഈ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുവൈറ്റ് എയർവേസ് എക്സ് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൂടൽമഞ്ഞ് കാരണം ചില വിമാന സർവീസുകൾക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എയർലൈൻ അറിയിച്ചു. കുവൈത്ത് വിമാനത്താവളത്തിൽ എത്തുന്നതും പുറപ്പെടുന്നതുമായ വിമാനങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ അതനുസരിച്ച് പുനർക്രമീകരിക്കുക. ബുക്കിംഗിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് വഴി യാത്രക്കാർക്ക് അപ്ഡേറ്റുകൾ ലഭിക്കുമെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു. കസ്റ്റമർ കോൾ സെന്റർ, വാട്സ്ആപ്പ് സർവീസ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നിവ വഴി വിവരങ്ങൾ അറിയാമെന്നും എയർലൈൻ വ്യക്തമാക്കി. രാജ്യത്ത് അടുത്ത ദിവസങ്ങളിലും മൂടൽമഞ്ഞ് തുടരുമെന്നും ശനി ഞായർ ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വരുമാനത്തിൽ കൂടുതൽ പണമിടപാട് നടത്തുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. കള്ളപ്പണം വെളുപ്പിക്കുക, ഭീകരവാദത്തിന് ധനസഹായം നൽകുക എന്നിവയ്ക്കെതിരായ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കി. വാണിജ്യ വ്യക്തിഗത അക്കൗണ്ടുകളിൽ നിന്നുള്ള ഓൺലൈൻ ഉൾപ്പെടെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷിക്കും. വ്യക്തികളുടെ KYC ഡേറ്റയിൽ ബാങ്ക് രേഖപ്പെടുത്തിയ വരുമാന പരിധിയുമായി പൊരുത്തപ്പെടാത്ത ഇടപാടുകൾ നടത്തുന്നവരോട് വിശദീകരണം ആവശ്യപ്പെടും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിൽ അതായത് വരുമാനത്തിൽ കവിഞ്ഞുള്ള പണമിടപാട് അത്ര നല്ല കാര്യം അല്ല. കാരണം വരുമാനം ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ കാണിക്കാം. ഒന്നോ രണ്ടോ അല്ലെ, ചിലർ പ്രധാനമായും ഒരു വരുമാനത്തെ ആശ്രയിക്കുന്നു, മറ്റേ ചില കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് മറ്റ് വരുമാനവും കാണിക്കുന്നു. പക്ഷെ കൃത്യമായ സ്രോതസ് അത് വെളിപ്പെടുത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ കിടിലം പണി തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും പ്രവാസികൾ ഒന്നടങ്കം മൂടൽമഞ്ഞ് കാരണം ദുഃഖത്തിലും ദുരിതത്തിലും ആവുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മറ്റു വാർത്തയും അടുത്ത ദിവസം കാണാം. നമസ്കാരം.